കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ ജനങ്ങളെല്ലാം ഈ കാര്യം സംബന്ധിച്ച് അങ്ങേയറ്റം ആകുലപ്പെടുകയും ഈ പുതുയുഗം എന്ന വാഗ്ദാനത്തിന് വഞ്ചിതരായി അവർക്ക് വോട്ട് കുത്തിയിട്ടുള്ള ആളുകളെല്ലാം വല്ലാതെ വിഷമിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് 13, 14, 15 വയസ്സുള്ള കുട്ടികളോട് എന്താണ് പവർ കട്ട് എന്ന് ചോദിച്ചിരുന്ന ഘട്ടത്തിൽ അവർക്കതിനെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. പക്ഷേ ഈ സതീശൻ മേനോൻ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ എല്ലാവരും ഈ പവർ കട്ടിൻ്റെയും ലോഡ് ഷെഡിങ്ങിൻ്റെയും വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു, ലോകത്തെമ്പാടുമുള്ള ആളുകൾ ആവേശത്തോടുകൂടി ലോകകപ്പ് ഫുട്ബോൾ വീക്ഷിക്കുന്ന സമയമാണ്. ആവേശകരമായ ഫൈനൽ പോരാട്ടം നമ്മളെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ആ ഫൈനൽ പോരാട്ടം അത് ആവേശത്തോടുകൂടി കാണാൻ വേണ്ടി ആളുകളെല്ലാം ജനറേറ്റർ ഏൽപ്പിക്കേണ്ടി വരുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി. എന്തുകൊണ്ട് ഈ നിലയിലേക്ക് കേരളം മാറുന്നു എന്നത് അത്യന്തം ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് UDF ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ്, വൈദ്യുതി മന്ത്രിയുടെ കഴിവുകേട് കൊണ്ടാണ്, മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ കുറവ് കൊണ്ടാണ്. ഇപ്പോൾ ഇവർ കാരണമായി പറയുന്നത് ഇവിടെ മഴ കുറച്ച് കുറഞ്ഞു എന്നാണ്. എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. ചില ഘട്ടത്തിൽ ജൂൺ ആദ്യം തന്നെ മഴയുണ്ടാവും. ചില സന്ദർഭങ്ങളിൽ ജൂലൈ മാസം അവസാനം മഴ പെയ്ത സാഹചര്യം കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെല്ലാമുള്ള പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെ തരണം ചെയ്തു എന്നുകൂടി പഠിക്കാൻ ഈ വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും തയ്യാറാവണം. നിങ്ങൾക്കതിന് സമയമില്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ പിടിച്ചിരുത്തിയിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലോ, അവരെല്ലാം വിട്ടിട്ട് കഴിഞ്ഞ 10 വർഷക്കാലം എങ്ങനെയായിരുന്നു ഇത് പ്രതിസന്ധി പരിഹരിച്ചത് എന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അവരെ അങ്ങോട്ട് വിടണം. എന്താ കാര്യം? വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഹ്രസ്വകാല കരാർ, ദീർഘകാല കരാർ അതെല്ലാം ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് വരെയുള്ള പ്രതിസന്ധി പരിഹരിച്ചത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, 2017 ജൂലൈ മാസം അവസാനമാണ് മഴ കിട്ടിയത്. പക്ഷെ 2017 ഒരു ദിവസം പോലും പവർ കട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ പരിഹരിച്ചു? രാഷ്ട്രീയമായ ഇച്ഛാശക്തി ആ ഭരിക്കുന്ന ഭരണകൂടം, അതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർ പ്രകടിപ്പിച്ചു. ഇവിടെ ഏതെങ്കിലും 4 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിച്ചാൽ കാര്യം നടക്കില്ല മിസ്റ്റർ. ഇതെല്ലാം രാഷ്ട്രീയ ഇച്ഛാശക്തിയോട് കൂടിയിട്ട് രാഷ്ട്രീയ നേതൃത്വം കൂടി ഇടപെട്ടുകൊണ്ട് മാത്രമേ പരിഹാരമുണ്ടാക്കാൻ വേണ്ടി കഴിയൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത, കർണാടകയിൽ അവർ അധികം വന്ന വൈദ്യുതി വിറ്റു എന്നുള്ളതാണ്. കർണാടക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വം കർണാടകയിലെ സർക്കാരുമായി ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നെങ്കിൽ അവർ വിറ്റ വൈദ്യുതി ഈ കേരളത്തിന് വാങ്ങാമായിരുന്നു. ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഗുജറാത്തിൽ വൈദ്യുതിയുണ്ട്. ഇപ്പം നോർത്ത് ഈസ്റ്റിൽ പ്രത്യേകിച്ച് അവർക്ക് വേനൽക്കാലത്താണ് കൂടുതൽ വെള്ളം കിട്ടുക. കാരണം നമുക്കറിയാം, ഐസ് ഉരുകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പുഴയിൽ നദിയിൽ ആ സമയത്താണ് വെള്ളം കൂടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഘട്ടത്തിൽ അവിടെ വൈദ്യുതി ഉണ്ടാവും. ഇങ്ങനെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വൈദ്യുതി വാങ്ങിയിട്ട് ഇവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചർച്ച നടത്താൻ നമ്മുടെ മന്ത്രിമാർക്ക് സമയമില്ല. വൈദ്യുതി മന്ത്രിയോട് പത്രക്കാർ ചോദിച്ചു, എപ്പോഴാണ് ഈ പ്രതിസന്ധി തീരുക? അദ്ദേഹം പറഞ്ഞത്, ഇതൊന്നും എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല എന്നാണ്. ഇതൊന്നും പറയാൻ കഴിയുന്നില്ലെങ്കിൽ, ഇതിലൊന്നും ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ, ഇതിൽ പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പണി മാറ്റിവെച്ചിട്ട് വേറെ വല്ല പണിക്കും പോകണം മിസ്റ്റർ. നിങ്ങൾ എന്തിനാണ് ഈ മന്ത്രി പദവിയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത്? ഇങ്ങനൊരു കഴിവുകെട്ട മന്ത്രി ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ?
ഈ പ്രതിസന്ധി എപ്പോൾ പരിഹരിക്കാൻ വേണ്ടി കഴിയുമെന്ന് പറയാൻ കഴിയാത്ത വിധത്തിലേക്ക് ഈ മന്ത്രിസഭയുടെ ഈ മന്ത്രിമാരുടെ എല്ലാം നിലവാരം താഴോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവർ എന്തിലാ കഴിവ് തെളിയിക്കുന്നത്? കഴിവ് തെളിയിക്കുന്നുണ്ട്. ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ അധികം വന്ന വൈദ്യുതി വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മന്ത്രിമാർ പോവുകയോ മന്ത്രിമാരെ വിളിക്കുകയോ അവരുടെ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്താനോ ഉള്ള കഴിവ് ഇവർ തെളിയിക്കുന്നില്ല. മറിച്ച് അവരുടെ അധികാരത്തിന്റെ ഇടനാഴികളിൽ അവരുടെ ആശ്രിത വത്സരന്മാരെ, ബന്ധുക്കളെ, അളിയന്മാരെ എല്ലാം നിയമിക്കാൻ വേണ്ടിയിട്ട് നല്ല ജാഗ്രത കാണിച്ചുകൊണ്ടിരിക്കുന്നത്. RSSുമായി ഉണ്ടാക്കിയ ഡീലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, പ്രോസിക്യൂട്ടർമാരായിട്ടുള്ള നിയമനം, പ്ലീഡർമാരുടെ നിയമനം, അതെല്ലാം RSSന്റെ ആസ്ഥാനത്ത് നിന്ന് കൊടുത്തുവിടുന്ന ലിസ്റ്റ് അനുസരിച്ചും നിയമനം നടത്താനുള്ള ജാഗ്രത ഇവർ കാണിക്കുന്നുണ്ട്. ഞാൻ ആ കാര്യത്തിലേക്ക് അധികം പോകുന്നില്ല. എല്ലാ ചട്ടങ്ങളും മറികടന്ന്, എല്ലാ മാനദണ്ഡങ്ങളും മറികടന്ന് ഇല്ലാത്ത പോസ്റ്റുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ, സ്പെഷ്യൽ പ്ലീഡർമാരെ നിയമിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ ഇച്ഛാശക്തി എല്ലാം ഇവർ കാണിച്ചല്ലോ. എന്തൊരു ജാഗ്രതയാണ് അക്കാര്യത്തിൽ. അതിലൊരു പകുതി ശ്രദ്ധ കർണാടകയിലെ ഗവൺമെന്റുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുമായി ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തി അല്പം വൈദ്യുതി ഇങ്ങോട്ട് കടമായി വാങ്ങിക്കാൻ, അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങിക്കാൻ എന്തെങ്കിലും ശ്രദ്ധ കാണിക്കുന്നുണ്ടോ? ഒന്നിലും ഒരു ശ്രദ്ധയുമില്ല. നിങ്ങൾ നോക്ക്, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കകം ഈ സതീശൻ മേനോൻ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഇടപെടലുകൾ എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു. വാക്കാണ് പ്രധാനം എന്നാ പറഞ്ഞത്. ഏത് വാക്കാ നിങ്ങൾ പാലിച്ചത്? സതീശന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ആളുകളല്ല പറഞ്ഞത്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള KSUക്കാർ പറയുന്നു ഈ ഭരണം സമ്പൂർണ്ണ പരാജയം എന്ന്. കോൺഗ്രസിന് വേണ്ടി ഇലക്ഷൻ നാളുകളിൽ ടെലിവിഷൻ ചാനൽ റൂമിൽ വന്നിരുന്നിട്ട് വല്ലാതെ ന്യായീകരണ തൊഴിലാളികളുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെയും മൂത്ത കോൺഗ്രസിന്റെയും വക്താക്കൾ എന്ന ലേബൽ ഒട്ടിച്ച് വന്നിരുന്ന ആളുകൾ. അവരിൽ പലരും പറയുന്നു ഈ ഭരണത്തിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു. KPCCയുടെ സെക്രട്ടറി പറയുന്നു എനിക്ക് സതീശൻ മേനോനെ കാണാൻ പെർമിഷൻ കിട്ടുന്നില്ല. ഞാനിതാ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ട് കയറ്റിയിട്ടില്ല. പക്ഷെ സതീശൻ ആരൊക്കെയുമായിട്ടാണ് ചർച്ച നടത്തുന്നത്? ആർക്കാ സമയം അനുവദിക്കുന്നത്? NSSന്റെ ജനറൽ സെക്രട്ടറി പറയുന്നു അയ്യോ എന്നെ അങ്ങോട്ട് കയറ്റിവിടുന്നില്ല. ആർക്കാ സമയം കൊടുത്തത്? സമയം കൊടുത്തത് ശശികല ടീച്ചർ അല്ലേ? ടീച്ചർ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. വായ തുറന്നാൽ വിഷമമിക്കുന്ന വർത്തമാനം മാത്രം പറഞ്ഞിട്ടുള്ള ശശികല, RV ബാബു, കേരള തൊഗാടി എന്നറിയപ്പെടുന്ന RV ബാബു, ഇങ്ങനെ മതവിദ്വേഷ പ്രസംഗം മാത്രം നടത്തിയിട്ട് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള വർഗീയവാദികൾക്ക് മണിക്കൂറുകൾ മുഖ്യമന്ത്രി ഓഫീസ് കയറി നിരങ്ങാൻ അനുവാദം കൊടുക്കുന്നു. എന്നാൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിന് 2 മിനിറ്റ് കൊടുത്തോ? 2 മിനിറ്റ് കൊടുത്തിട്ടില്ല അല്ലേ? അശ്ലീല യൂട്യൂബർമാരുണ്ട് കുറെ എണ്ണം. സതീശനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറെ സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ടാവാം. ആ അശ്ലീല യൂട്യൂബർമാർ, വർഗീയത മാത്രം, വംശീയത മാത്രം വിളമ്പുന്ന യൂട്യൂബർമാർ, അവർക്കൊപ്പം ഇരുന്ന് ചായ കുടിക്കാൻ, അവരെ വരവേൽക്കാൻ, അവരെ സൽക്കരിക്കാൻ സതീശൻ മേനോന് സമയമുണ്ട്. സതീശൻ മേനോൻ ആളുകളെ പറ്റിച്ചു, പറഞ്ഞ വാക്കിന് വിലയില്ലാതായി, പച്ചക്കള്ളം മാത്രം എല്ലാ ദിവസവും വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരാളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി അധപ്പതിച്ചു. ഇങ്ങനൊരു മുഖ്യമന്ത്രി ഈ കേരളത്തിന്റെ ഇതേവരെയുള്ള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി വരെ ഇത്രമാത്രം പച്ച നുണ പറഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും ആധികാരികമായി മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് എന്ത് നുണയും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ഒരാളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. ഇതെല്ലാം ചില ഡീലിന്റെ കൂടി ഭാഗമാണ്. RSSുമായി ഉണ്ടാക്കിയ ഡീൽ, അദാനിയുമായി ഉണ്ടാക്കിയ ഡീൽ, മറ്റ് പല കുത്തകകളുമായിട്ടും ഡീൽ ഉണ്ടാക്കിയിട്ട് കോടികൾ സതീശൻ എണ്ണി വാങ്ങിയിട്ട് ഈ ഇലക്ഷൻ പ്രചരണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ അവർക്ക് നടത്തിക്കൊടുക്കുന്ന ഒരാളായി മാത്രം കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെയുള്ള സാധാരണ ജനത്തെ മറന്നിരിക്കുന്നു എന്നുള്ളതാണ് അനുഭവം.
ഏണിക്കും കോണിക്കും കൈപ്പത്തിക്കും മാത്രം മാറി മാറി കുത്തിയിട്ടുള്ള ആളുകൾ അവർ തലയിൽ കൈവച്ച് പറയുന്നു, ഇതെന്തൊരു ഭരണമാണ്. നിങ്ങൾ നോക്ക്, ലോകകപ്പ് മത്സരം കാണാൻ വേണ്ടി കഴിയുന്നില്ല. കുട്ടികളെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയരുന്നു. ഇനിയിപ്പോൾ ലോഡ് ഷെഡിങ് ഈ നിലയിൽ മുന്നോട്ട് പോയാൽ കേരളത്തിൽ വ്യവസായം കൂടി പൂട്ടുന്ന ഒരു നിലയിൽ കാര്യം വരും. 10 വർഷക്കാലം കേരളത്തിന്റെ വ്യവസായ പുരോഗതി ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, എല്ലാ കണക്കുകളും ഇവിടെയുണ്ട്. കേരളത്തിൽ ഈ നിലയിൽ വ്യവസായം നടത്താൻ വൈദ്യുതി കൊടുക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അതിന്റെ കാര്യവും കട്ടപ്പുകയാവും. അതുകൊണ്ട് മിസ്റ്റർ സതീശൻ, മിസ്റ്റർ സണ്ണി ജോസഫ്, നിങ്ങൾക്ക് ഈ പണി പറ്റുന്നില്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോണം. ജനങ്ങളെ പറ്റിക്കുന്ന, ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടിട്ട് പല തട്ടിപ്പുകളും വിളിച്ചു പറഞ്ഞിട്ട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് പുതുയുഗത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ കേരളത്തിലെ ഇരുട്ടിലേക്കാണ് നയിക്കുന്നത്. ഇരുണ്ട കാലത്തിലേക്ക് ഈ കേരളത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അതിശക്തമായ പ്രതിരോധം കേരളത്തിലെ DYFI ഉയർത്തും. ആ ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രതീകാത്മകമായി ഇങ്ങനൊരു സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതൊരു കേവലമായ സൂചനാ സമരം മാത്രമാണ്. കേരളത്തെ എല്ലാ നിലയിലും വിൽക്കുന്ന, കേരളത്തെ കുത്തകൾക്ക് തീരെഴുതുന്ന, കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവന്ന് പവർ കട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള, കേരളത്തിലെ ചെറുപ്പക്കാരോട് കേരളത്തിലെ വ്യവസായങ്ങൾ പൊട്ടിച്ച് വ്യവസായ സൗഹൃദ അന്തരീക്ഷം തകർക്കുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ തെരുവുകളിൽ പടരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.